11 वर्षाला 12 तारखेला होऊन गेलेलं ही शिलाई एवढी तर बाबाच्या मंदिराला काही धक्का नाही सगळं दिलं म्हणून കേദാർനാഥ് ക്ഷേത്രത്തിന് പിന്നിലുള്ള ഒരു ഭീമൻ പാറയാണ്, ഭീമൻ കല്ലാണിത്. ഈ കല്ലിന് ഈ ക്ഷേത്രവുമായിട്ടൊരു കഥയുണ്ട്, ജനങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ ക്ഷേത്രം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ വലിയ ഭീമൻ കരിങ്കല്ലാണെന്നാണ് വിശ്വാസികളുടെ പക്ഷം. അതായത് ഇവിടെ നിന്ന് ഹിമാലയത്തിൽ നിന്നും മണ്ണൊലിച്ചു വന്ന് പാറകളും മണ്ണും വെള്ളവുമായി അനിയന്ത്രിതമായ ശക്തിയിൽ ഒലിച്ചു വന്ന്, പക്ഷേ ഒലിച്ചു വന്ന പാറ ഇവിടെ വന്നു തടഞ്ഞു നിന്നു. അങ്ങനെ ഇവിടെ തടഞ്ഞു നിന്ന് ആ തടസ്സത്തിൽ നിന്നുകൊണ്ടാണ് വെള്ളം ഈ ക്ഷേത്രത്തിനെ സംരക്ഷിച്ചത്. ഈ ക്ഷേത്രം പിന്നെ ഇതിൽ നിന്നും പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് ഈ വിശ്വാസികൾ കരുതുന്നത്. അവർ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. 2023 ഇവിടെ പ്രളയം സംഭവിച്ചു. ജൂൺ മാസം 16, 17 തീയതികളിൽ വളരെ ശക്തമായ പ്രകൃതിക്ഷോഭമാണ് കേദാർ താഴ്വര അടക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായ ഒരു സംഭവമാണ് ഉണ്ടായത്. അതിശക്തമായ മഴവെള്ള പാച്ചിലിൽ ഗ്രാമീണരും തീർത്ഥാടകരും അടക്കം അനേകായിരം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ബഹുനില കെട്ടിടങ്ങളും കച്ചവട കേന്ദ്രങ്ങളും, ചുറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് താഴ്വാരത്തിലാണ് ക്ഷേത്രത്തിന്റെ, നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ചുറ്റിനും ഉള്ളതുപോലെയല്ല, എന്തായാലും തൊട്ട് താഴ്വാരത്തിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒലിച്ചുപോയി കേടുപാടുകൾ സംഭവിച്ചു എന്നാണ്. എന്തായാലും 10,000-കണക്കിന് തീർത്ഥാടകരെ അന്ന് വളരെ പണിപ്പെട്ട ഡിഫൻസ് ഫോഴ്സുകൾ രക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ അവിടെ ഒരു വലിയ ഒരു കൂറ്റൻ പാറ മല മുകളിൽ നിന്ന്, ഹിമാലയ മല മുകളിൽ നിന്നും വെള്ളത്തോടൊപ്പം പാറക്കഷ്ണങ്ങളോടൊപ്പം ഒലിച്ചു വന്നത് ആ ക്ഷേത്രത്തിന് തൊട്ട് പിറകെ വന്ന് അത് തടഞ്ഞു നിന്നത് കൊണ്ട് തന്നെയാണ് ഈ മഴവെള്ളപ്പാച്ചിലിൽ കൂറ്റൻ മല ഒലിച്ചിലിൽ നിന്നും ക്ഷേത്രം സംരക്ഷിച്ചതെന്ന് തന്നെയാണ് കണക്കാക്കുന്നതും വിശ്വസിക്കുന്നതും. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മലനിരകളിൽപ്പെട്ട ഗഡ്വാൾ പർവ്വതനിരയിൽ ആണ് ഈ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മന്ദാകിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ. ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ബിംബം ഉഖീമഠ് എന്ന സ്ഥലത്തേക്ക്, താഴ്വാരത്തിലെ ഉഖീമഠ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് പൂജ കഴിക്കാറുള്ളത്. ഇതാണ് പിന്നെ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ശങ്കരാചാര്യർ നിർമ്മിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം, ചരിത്രം. കേരളത്തിലെ നിന്നും രാജ്യത്തിന് സംഭാവനയായി കിട്ടിയ ആത്മീയാചാര്യൻ ശങ്കരാചാര്യൻ. ഒരു വൈജ്ഞാനികരും ഭാഷാശാസ്ത്ര വിദഗ്ധനുമായിരുന്നു ഈ ആദി ശങ്കരാചാര്യൻ. ജീവിതത്തിലെ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹം രാജ്യമൊട്ടാകെ സഞ്ചരിച്ചു. കേരളത്തില് എറണാകുളത്തിനടുത്തുള്ള കാലടി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ആദിശങ്കരൻ വന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഈ ക്ഷേത്രത്തിലെ ദർശനത്തിന് വന്നതാണ്, കേദാർനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതാണ്. കണ്ണൂരുകാരനാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പേര് പറയും, എന്നിട്ട് ചില കാര്യങ്ങൾ നമ്മളോട് പറയും. സാർ, പേര് പറയണത്? രാഘവൻ നമ്പ്യാർ, കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തലശ്ശേരിയിലുള്ള കോട്ടയംപൊയിൽ എന്നുള്ള സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ പല ക്ഷേത്രങ്ങളിൽ നിന്ന് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാപങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണല്ലോ പഞ്ചപാണ്ഡവന്മാർ. ആ പഞ്ചപാണ്ഡവന്മാർ കൃഷ്ണനെ സമീപിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ശങ്കരനെ പോയി കണ്ട് പാദനമസ്കാരം നടത്തി ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പാപികളായ ഇവരെ ഗുരുവിനെയും പിതാമഹന്മാരായ ഭീഷ്മരെയും ഒക്കെ വധിച്ചിട്ടുള്ളവർ, കർണനെയൊക്കെ വധിച്ചിട്ടുള്ളത് കൊണ്ട്
ഈ ശ്രീ ശങ്കരൻ, അതായത് നമ്മുടെ ഭഗവാൻ പരമശിവൻ അവരെ കണ്ടപ്പോൾ തന്നെ ഓടിക്കളിയാണ് ചെയ്തത്. ഓടിക്കളഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഭീമസേനൻ പിന്നാലെ ഓടി കയ്യോടെ പിടിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ശിരസിൻ്റെ ഭാഗമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ബാക്കി 4 സ്ഥാനങ്ങളും ബാക്കി തുംഗനാഥും മറ്റുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെയുണ്ട്. ശിവൻ ഇങ്ങനെ രൂപം മാറി കാളയുടെ രൂപത്തിൽ എടുത്തു. കാരണം ഇവർക്ക് കണ്ടാൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ആ രൂപം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. ആ മുഖം തന്നെ കാളയുടെ മുഖത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ. മുതുകിന്റെ ഭാഗമല്ലേ കാളയുടെ ഭാഗമാണ്. അവിടെയാണ് ഭീമസേനനെ പിടിച്ച് അഭ്യർത്ഥിച്ചത്, എന്റെ പാപങ്ങൾ തീർത്തു തരണമേ ഭഗവാനെ എന്നുള്ളത്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അഭ്യർത്ഥന രണ്ടും എല്ലാം ഒന്ന് തന്നെ. ഏകം ബ്രഹ്മ പ്രകൃതികം സ്വരൂപം. കൃഷ്ണനും ശിവനും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ കാണുന്ന നിരവധി ശിവക്ഷേത്രങ്ങളെല്ലാം തന്നെ അതിന്റെ വാസ്തുശില്പിയിൽ ഒരു സാമ്യമുണ്ട്. ഇപ്പോൾ ഗുപ്തകാശിയിൽ നമ്മൾ കണ്ട വിശ്വനാഥ ക്ഷേത്രം, അതും ഇതേ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ വാസ്തുശില്പവും ഇതിന്റെ വാസ്തുശില്പവും നമുക്ക് സാമ്യമുള്ളതാണ്. ഇങ്ങനെ നിരവധി, അതായത് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിനും ഈ വാസ്തുശില്പവുമായിട്ട് സാമ്യമുണ്ട്. അങ്ങനെ ശിവക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ അതിന്റെ നിർമ്മാണത്തിൽ ഒരു സാമ്യത ദർശിക്കാവുന്നതാണ്. ഈ കേദാർനാഥിലെ ക്ഷേത്രത്തിനും ആ തരത്തിൽ അതിന്റെ നിർമ്മാണത്തിൽ ഒരു സാമ്യത, എല്ലാ ക്ഷേത്രങ്ങളും പോലെ തന്നെ വാസ്തുശില്പ നിർമ്മാണത്തിൽ സാമ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള കവാടത്തിനടുത്തുള്ള ക്യൂവിലാണ്. അവിടെ നിൽക്കുമ്പോൾ ചില അഘോരി സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ കണ്ടു. അത് ഒന്ന് കവർ ചെയ്തതാണ്. വളരെ ദൂരെ നിന്ന് മാത്രമേ നമുക്കിത് എടുക്കാൻ കഴിയൂ, അടുത്ത് ചെന്ന് എടുക്കാൻ കഴിയില്ല. അവർ വല്ലാതെ പ്രതികരിക്കും. അതുകൊണ്ട് വളരെ ദൂരെ നിന്നാണ് അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ആദിശങ്കരനാൽ പുനർനിർമ്മിക്കപ്പെട്ട കേദാർനാഥ്, അവിടെ നിന്ന് നമ്മൾ ആ ക്ഷേത്രം കണ്ട് സായുജ്യമടഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. രാത്രി അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് തങ്ങാൻ വേണ്ടിയുള്ള പ്രത്യേക വാസസ്ഥലമാണ്. ടെന്റുകളും അതുപോലെ അവിടെ കച്ചവടം നടത്തുന്നവർക്കും അതുപോലെ കുതിരയിലെ കൊണ്ടുവരുന്നവർക്കും ഒക്കെ താമസിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഇടമാണിത്. അവരുടെ ഒരു ഷെൽട്ടർ കേന്ദ്രമാണിത്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. നടന്ന് ഇറങ്ങാമെന്നാണ് കരുതിയത്, പക്ഷേ പിന്നീട് കുതിരപ്പുറത്ത് പോകാമെന്ന് തീരുമാനിക്കാനുണ്ടായത്. കേദാർനാഥിൽ നിന്നും ഗൗരികുണ്ടിലേക്കുള്ള ഒരു ഇറക്കം, അതും കുതിരപ്പുറത്ത് തന്നെ. നേരം വളരെ വൈകി, മഞ്ഞ് വീണു തുടങ്ങി. ഏകദേശം നടന്നിറങ്ങണമെങ്കിൽ 7 മണിക്കൂർ 8 മണിക്കൂർ വേണ്ടി വരും. ഈ കുതിരപ്പുറത്ത് യാത്ര തുടങ്ങിയതിന് 4:30 മണിക്കാണ്. ദർശനം നടത്താൻ നല്ല തിരക്കായതുകൊണ്ട് 2 മണിക്കൂറോളം, ഏകദേശം 1.5 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 4:30 മണിക്ക് നടന്നു തുടങ്ങിയാൽ രാത്രി 12 മണിയോടുകൂടി മാത്രമേ തിരിച്ച് റൂമിലെത്താൻ കഴിയൂ. ചിലപ്പോൾ നേരം പുലരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ കുതിരപ്പുറത്ത് പോകാമെന്ന് വെച്ചത്. ആദ്യം നടന്നു പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത് ഞങ്ങളെല്ലാവരും. പക്ഷേ പലരും പിന്നെ അവസാനം ഇത്രയും സമയം താമസിച്ചത് കൊണ്ട് അത് വേണ്ടാന്ന് തീരുമാനിക്കുകയായിരുന്നു.
കുതിരയ്ക്ക് വിശ്രമിക്കാൻ നിർത്തിയിരിക്കുകയാണ് കുതിരയെ. അതിനതിൻ്റെ സ്ഥലം അവിടെ പറയാം, അവിടെ നിന്ന് മൂത്രം ഒഴിക്കും. അതുപോലെ അത് ഒന്നും മലമിടും. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വിശ്രമിക്കും. അതിനുവേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഇനി വേറൊരു സ്ഥലത്താണ്. അതായത് അടുത്ത കുതിര വന്നു. അടുത്ത കുതിര വിശ്രമിക്കാൻ വേണ്ടി വന്നു. വീണ്ടും വേറൊരു കുതിര വിശ്രമിക്കാൻ വേണ്ടി ഒരിടത്തെത്തി. അപ്പോൾ നമ്മുടെ കുതിരയുടെ വിശ്രമ സമയം അവസാനിച്ചു. അടുത്ത കുതിരയും വിശ്രമിക്കാൻ വരികയാണ്. നമ്മുടെ കുതിരയുടെ വിശ്രമ സമയം അവസാനിച്ചു. നമ്മൾ വീണ്ടും യാത്ര തുടരും. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.